കർണാടകയിലെ ബെല്ലാരിയിലെ സർക്കാർ ആശുപത്രിയിൽ അമ്മമാരുടെ കൂട്ടമരണം. പ്രസവ വാർഡിൽ 3 ദിവസത്തിനിടെ 5 അമ്മമാർ മരിച്ചു. 3 ദിവസത്തിൽ 34 സ്ത്രീകളെ പ്രസവിച്ചതിൽ 7 പേർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. IV ഫ്ലൂയിഡ് നൽകിയ ശേഷമായിരുന്നു ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും വാർത്തയുണ്ട്. അരുൺ പൂപ്പറമ്പ ബംഗളൂരിൽ നിന്ന് ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. ആരോഗ്യവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ തന്നെയാണ് ഈ കൂട്ടമരണത്തിന് കാരണം മരുന്ന്, നിലവാരമില്ലാത്ത മരുന്ന് തന്നെയാണ് എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയത്. 3 ദിവസത്തിനിടെ 5 അമ്മമാരാണ് മരിച്ചത്. ബെല്ലാരി സർക്കാർ ആശുപത്രിയിലാണ്. നവംബർ 29 മുതൽ അഡ്മിറ്റ് ചെയ്തവരിൽ ഇപ്പോൾ കണക്കനുസരിച്ച്, അതായത് ആരോഗ്യവകുപ്പ് തന്നെ പുറത്തുവിട്ട കണക്കനുസരിച്ച് 34 സ്ത്രീകളെയാണ് ഇതിൽ 3 ദിവസത്തിനുള്ളിൽ 34 സ്ത്രീകളെയാണ് ഈ പ്രസവ ചികിത്സക്കായി അവിടെ എത്തിയത്. അതിൽ 7 പേർക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 5 പേർ മരിച്ചു. 2 പേരുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നതാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ്, അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഘട്ടത്തിൽ സർക്കാർ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക ഒരു സംഘത്തെ നിയോഗിച്ച് അതിൽ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിലാണ് ഈ അത്തരത്തിൽ നിലവാരമില്ലാത്ത മരുന്നാണ് ഇതിന്റെ പ്രശ്നം. IV ഫ്ലൂയിഡ്, അതായത് ഈ പ്രസവശേഷം നൽകിയ IV ഫ്ലൂയിഡ്, അതിൻ്റെ പേര് റിങ്ങേസ് ലാക്ട്രേറ്റ് എന്നാണ്. അത് നൽകിയതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ബംഗാൾ ആസ്ഥാനമായിട്ടുള്ള പശ്ചിമ ബംഗ എന്ന മരുന്ന് കമ്പനിക്കാണ് ഈ മരുന്ന് ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കരാർ ഉണ്ടായിരുന്നത്. ആ കമ്പനിക്കെതിരെ ഇപ്പോൾ എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായി വരുന്ന വിവരമനുസരിച്ച് ലോകായുക്തയും ഇതിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ മരുന്ന് കമ്പനിക്ക് കരാർ നൽകിയത്, ഈ നിലവാരമില്ലാത്ത മരുന്ന് എങ്ങനെ ഈ ആശുപത്രിയിൽ എത്തിയ കരാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആരോഗ്യമന്ത്രിയുടെ രാജി ഉൾപ്പെടെ നിലവിൽ BJPയും JDSും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നിയമസഭാ സമ്മേളനം കർണാടകയിൽ ആരംഭിക്കുകയാണ്. സ്വാഭാവികമായും ഇത്ര ഗുരുതരമായ ഒരു പ്രശ്നം വലിയ ആയുധമായി പ്രതിപക്ഷം ഉയർത്തിക്കാണിക്കുകയും ചെയ്യും. എന്തായാലും സർക്കാർ ഇതിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.